നമസ്കാരം. ഒട്ടും വിചാരിക്കാണ്ടാണ് യാത്രയിൽ ഓരോ രസങ്ങളുണ്ടാവണം. പാതിരയ്ക്ക് പാരീസിലൂടെ നടക്കുമ്പോൾ കൊച്ചുമോള് പറഞ്ഞു ഭരതനാട്യം കളിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും മദാമ ചാടി വീണത് കേരളത്തിൽ കഥകളി പിടിച്ച സംഭവങ്ങളൊക്കെ ആയിട്ട്. അത് അവർ തന്നെ പറയണത് നിങ്ങൾ കേൾക്ക്, ക്ലിയറാവോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് പാരീസിലെ മെയിൻ ഫാഷൻ സ്ട്രീറ്റ്. ആ കാണുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലെ ഇവിടെ മരിച്ചുപോയ പട്ടാൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയേക്കണ ഒരു രൂപസ്തംഭം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു എൻട്രൻസ്, ഒരു കവാടം. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല, പറഞ്ഞുള്ള സൗന്ദര്യം നശിപ്പിക്കില്ല. ഫാഷൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഇങ്ങനെ നിറയെ ഫാഷൻ തന്നെ, ഫാഷനോട് ഫാഷൻ. എല്ലാ റവടി തരവും ഫാഷൻ എന്നൊക്കെ പറയുന്ന പോലെ മൊത്തത്തിൽ നല്ലൊരു ഫാഷൻ. അപ്പോൾ ചാർജ് കുറവാണ്, ചെറുതാക്കി പിടിക്കാതെ വെച്ചു. ഡിസംബർ മാസമാകുമ്പോൾ വേണ്ട, ഈ കാണുന്ന എല്ലാ മരങ്ങളും റെഡ് കളർ ലൈറ്റിട്ട് ഇവർ ഒരു പ്രത്യേക ലോകമാക്കി മാറ്റുന്നവരാണ്. മുകളിൽ കണ്ട ആകാശപാത പോലെ ഭംഗിക്ക് വേണ്ടി, ഫാഷന് വേണ്ടി എത്ര കോടി ചിലവാക്കാനും ഇവർ റെഡിയാണ്. പക്ഷെ എത്ര മുടക്കിയാലും അതിൻ്റെ 10,000 ഇരട്ടി ഒരു മാസം കൊണ്ട് ഇവർ പിടിക്കും. പലപ്പോഴും നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ മോശമായ സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ വിട്ടുകളയേണ്ടി വരും. ഇവിടെ അങ്ങനെ സംഭവമില്ല. 101% സംഭവം ഇങ്ങനെ തന്നെ. എന്തായാലും ഇങ്ങനെ ഈ ഫാഷൻ ലോകത്തൊന്നും എത്തിപ്പെടാൻ പറ്റുന്ന സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നല്ല കേട്ടോ. അതിങ്ങനെ തിരിഞ്ഞും പറഞ്ഞു ഇവിടെയൊക്കെ കൊണ്ടെത്തിച്ചു. മെക്ഡൊണാൾഡില്ലാത്ത സ്ട്രീറ്റില്ല കേട്ടോ. അവിടെ ഒരു മായാജാലം കാണാനുണ്ട്, അലങ്കാരത്തിൻ്റെ മായാജാലം. എന്താണെന്ന് നമുക്കൊരു പിടുത്തില്ല കേട്ടോ. പകൽ തന്നെ വരണം കാണണമെങ്കിൽ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊച്ചു കൊച്ചു ഷെഡുകൾ, ഔട്ട് ഹൗസുകൾ, അവിടെ ഇങ്ങനെ ഇരുന്ന് ആഘോഷിക്കുന്ന പുട്ടടിച്ച് തണുപ്പത്ത്. പിരമിഡിൻ്റെ അടുത്തൊന്ന് വന്നാണേ. പിന്നെ അകത്ത് എന്തൊക്കെ സംഭവങ്ങളുള്ളത് കാണാനായിട്ട്. ഇപ്പം എൻട്രി ഇല്ല, ഈ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. നാളെ വന്നിട്ട് ഇറങ്ങാം. ഇത് കുഞ്ഞു പിരമിഡാണ്. അപ്പം അതിനകത്ത് എന്താണെന്ന് നോക്കട്ടെ നമുക്ക്. ആഹാ, ഇങ്ങനത്തെ സംവിധാനങ്ങളാണ്. ഓപ്പൺ ആക്കുന്ന സമയത്ത് നിറച്ച ആൾക്കാരെ അറിയും. 2 യുവമിഥുനങ്ങളിരുന്ന് കൊക്കുരുമ കണ്ട. എന്തായാലും വീട്ടിലേക്ക് ആയി അവർക്ക്.
Yeah.